Hi, good morning everyone, dear students. Today I am going to teach you British literature early 20th century. The topic modernism. So what is modernism in British literature? Not in British literature, what is modernism in English literature? But you have to study the British literature, especially early 20th century. അപ്പോൾ എന്താണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ? ഏർലി 20th സെഞ്ചുറിയിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് മോഡേണിസം എന്നുള്ള ടോപ്പിക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത്. എന്താണ് വാട്ട് ഈസ് മോഡേണിസം? ഇവിടെ മോഡേണിസം ഇറ്റ് ഈസ് എ പീരിയഡ് ഇൻ literature of the history which started around the early 1900 and continued until the early 1940s. 1900 തുടങ്ങി അത് ഏർലി 1940s അവസാനിക്കുന്ന ഒരു പീരീഡ് ആണ്. ലിറ്ററേച്ചറിൽ ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു പീരീഡ് ആണ് മോഡേണിസം എന്ന് പറയുന്നത്. ഇവിടെ മോഡേണിസ്റ്റ് ഇറ തുടങ്ങുന്നത് ദി മോഡേണിസ്റ്റ് ഇറ took place from when the Victorian era ended with the death of Queen Victoria. അപ്പൊ ഇവിടെ വിക്ടോറിയൻ ഇറ, ഇവിടെ മോഡേണിസ്റ്റ് ഇറയുടെ തുടക്കം എന്ന് പറയുന്നത് വിക്ടോറിയൻ ഇറയുടെ അവസാനത്തിലാണ്. അപ്പൊ ഇത് ക്വീൻ വിക്ടോറിയയുടെ ഡെത്തോട് കൂടിയിട്ടാണ് വിക്ടോറിയൻ ഇറയുടെ അവസാനം. അവിടെ നിന്നാണ് മോഡേണിസ്റ്റ് ഇറ ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ അവിടെയാണ് മോഡേണിസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ മോഡേണിസം ഇൻ ലിറ്ററേച്ചർ എന്താണെന്ന് പഠിക്കുന്നത് നമ്മൾ ഈ ഒരു വിക്ടോറിയൻ ഇറയുടെ എൻഡോട് കൂടിയിട്ടാണ്. സോ ദി മോഡേണിസം ഫോക്കസസ് ഓൺ British literature of 20th century. So the modernism is the beginning of new century, period of transition and change. അപ്പൊ എന്താണ് മോഡേണിസം എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ സെഞ്ചുറിയുടെ തുടക്കമാണ് എന്നാണ് ആദ്യം പറയാനുള്ളത്. അപ്പൊ ഇതൊരു ട്രാൻസിഷൻ, അതായത് ഒരു ട്രഡീഷനിൽ നിന്ന് വിക്ടോറിയൻ ഏജിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. ഒരു ട്രഡീഷനിൽ നിന്നുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ മോഡേണിസം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു തുടക്കം, ദി എമർജൻസ്, മോഡേണിസത്തിന്റെ എമർജൻസ് എന്ന് പറയുന്നത് ഇസ് എ റിജക്ഷൻ ഓർ ബ്രേക്ക് അവേ ഫ്രം വാല്യൂസ് ഓഫ് പ്രിസീഡിങ് വിക്ടോറിയൻ ഏജ്. ആ വിക്ടോറിയൻ ഏജിൽ നിന്നുള്ള അതിന്റെ അല്ലെങ്കിൽ വിക്ടോറിയൻ ഏജിലുള്ള വാല്യൂസ് എന്തൊക്കെയാണോ അതിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ആണ് ഈ മോഡേണിസ്റ്റ് പീരീഡിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി, what is the speciality of modernist period, or what is the main point, or what are the main points marked by modernism എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. എന്തൊക്കെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയിട്ട് വരുന്നത്, എന്ത് മാറ്റമാണ് വിക്ടോറിയൻ പീരീഡിൽ നിന്ന് മോഡേണിസത്തിലേക്ക് കടക്കുമ്പോൾ വരുന്നത് എന്നത് ഓരോ 1 by 1 ആയിട്ട് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. So it is marked by extraordinary artistic and literary creativity. ഇതിനകത്ത് നമ്മൾ മോഡേണിറ്റി പഠിക്കുന്നതിന് മുന്നേ വിക്ടോറിയൻ ഇറ എന്താണ്, നമ്മൾ ഇതിൽ മാറ്റം എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വലിയൊരു ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വിക്ടോറിയൻ ഇറ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. വിക്ടോറിയൻ ഇറ ഇസ് ദി പ്രീ മോഡേണിറ്റി പീരീഡ് ഇൻ ലിറ്ററേച്ചർ. അപ്പൊ ഇതൊരു പ്രീ മോഡേണിറ്റി പീരീഡ് ആണ് വിക്ടോറിയൻ ഇറ എന്ന് പറയുന്നത്. ദി ലിറ്ററേച്ചർ, ആ ഒരു പീരീഡിലെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലാർജ്ലി ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു വിക്ടോറിയൻ പീരീഡ്. അതായത് ലിറ്ററേച്ചറിന് ഏറ്റവും കൂടുതലായിട്ട്, ലിറ്ററേച്ചർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് കൂടുതലായിട്ട് റിലീജിയസ് കോൺസെപ്റ്റും കൾച്ചറലി ഇമ്പോർട്ടൻസും കൊടുക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു വിക്ടോറിയൻ പീരീഡ്. അപ്പോൾ ആ ഒരു പീരീഡ് കൂടുതലായിട്ടും മൊറാലിറ്റിക്കും എത്തിക്സിനും കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് എഴുത്തുകാരൊക്കെ പിന്നെ അവരുടെ ലിറ്ററേച്ചറിൽ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൂടുതലായിട്ട് ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ മോഡേണിസ്റ്റ് പീരീഡ് വാസ് ദി ഫസ്റ്റ് റിയാക്ഷൻ എഗെയിൻസ്റ്റ് ദി പ്രീവിയസ് വിക്ടോറിയൻ കൾച്ചർ. അപ്പൊ ഈ ഒരു പീരീഡിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു വ്യൂ പോയിന്റ്, വിക്ടോറിയൻ ഏജിലുള്ള പിന്നെ എഴുത്തുകാരുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിനൊരു റിയാക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഫസ്റ്റ് പീരീഡ് ആയിട്ട് വന്നതാണ് മോഡേണിസം.
അപ്പൊ വിക്ടോറിയൻ കൾച്ചറിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു ട്രാൻസിഷൻ ആയിരുന്നു മോഡേണിസം എന്ന് പറയുന്നത്. 20th century artists and writers wanted to break away from this tradition. അപ്പൊ ഇവിടെ 20th centuryയോട് അല്ലെ 20th centuryയോട് കൂടിയിട്ടാണ് ഈ ഒരു മോഡേണിസത്തിന്റെ വരവ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു എൻഡ് ഓഫ് ദി 19th century. അപ്പൊ അവിടെ ആർട്ടിസ്റ്റുകളും റൈറ്റേഴ്സും ഈ ഒരു ട്രഡീഷനിൽ നിന്ന് വലിയൊരു ബ്രേക്ക് ആണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ബ്രേക്കിലൂടെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കം ലിറ്ററേച്ചറിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ആർക്കിടെക്ചറിലാണെങ്കിലും വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് മോഡേണിസത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദി എമർജൻസ് ഓഫ് മോഡേണിസം is the rejection or break away from values of preceding Victorian age. It is marked by extraordinary artistic and literary creativity. And important writers in this modernist period are W.B. Yeats, D.H. Lawrence, Virginia Woolf, James Joyce, etc. അപ്പോൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇതിനകത്ത് പറയുന്നതാണ്. W.B. Yeats, D.H. Lawrence, Virginia Woolf, James Joyce, and another so many writers. So the transition from Victorian to modernist period, we can see so many changes. It conveys a sense of innovation and experimentation in form and technique. ഇപ്പോൾ എല്ലാ ഫീൽഡിലും, എഴുത്ത് ലിറ്ററേച്ചറിൽ മാത്രമല്ല, എന്താണ് ആർട്ട് ആയിക്കോട്ടെ, പിന്നെ ആർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ രീതിയിലുള്ള ആർട്സും വരും, വിഷ്വൽ ആർട്സ് വരും, അതേപോലെ തന്നെ എന്താണ് ആർക്കിടെക്ചർ, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, സൊസൈറ്റിയിൽ മൊത്തം ചേഞ്ചസ് വന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു മോഡേണിസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ഇന്നോവേഷനും എക്സ്പെരിമെന്റേഷനും എല്ലാ രീതിയിലും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ കൺവേ എ സെൻസ് ഓഫ് ഇന്നോവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ ഇൻ ഫോം ആൻഡ് ടെക്നിക്ക്. ദി മേജർ കൺസേൺസ് ഓഫ് മോഡേണിസം എന്ന് പറയുന്നത് സൈക്കോ അനലിറ്റിക് അപ്രോച്ചസ് ടു ഹ്യൂമൻ ബിഹേവിയർ. So we know that the theory of Sigmund Freud, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒക്കെ പിന്നെ സൈക്കോ അനലിറ്റിക് തിയറി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതായത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് പിന്നെ വിശകലനം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. ആ കാലഘട്ടം വരെ, അതായത് വിക്ടോറിയൻ പീരീഡിലോ അല്ലെങ്കിൽ ട്രഡീഷണൽ ഒരു മെത്തേഡിൽ അത്തരത്തിലൊരു അപ്രോച്ച് ഉണ്ടായിരുന്നില്ല, ഒരു സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഉണ്ടായിരുന്നില്ല. ദെൻ വിത്ത് ദി ബിഗിനിങ് ഓഫ് ദി മോഡേൺ period, the psychoanalytic approaches to human behavior was important, and the women's movement and general sense of anxiety and despair created by First World War. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് വിമൻസ് മൂവ്മെന്റ്, പിന്നെ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു ഡെസ്പെയറും ആൻസൈറ്റിയും ഒക്കെ അതിന്റെ ഒരു സെൻസിലുണ്ടായിരുന്ന എഴുത്തുകളൊക്കെ അതിന്റെ ഒരു എന്താ പറയാ ആഫ്റ്റർ എഫക്റ്റ്, ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ ആഫ്റ്റർ എഫക്റ്റ് വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന്റെ ഒരു എൻഡിങ്ങോട് കൂടിയിട്ട് എല്ലാ രീതിയിലും സൊസൈറ്റിയില് ഒരു ഡെസ്പെയറും അതിന്റെ ഒരു ആൻസൈറ്റിയും, അപ്പൊ അതോട് അനുബന്ധിച്ചിട്ടുള്ള മാനസിക വിഷയങ്ങളും ഒക്കെ പിന്നെ വിഷയമാക്കിക്കൊണ്ടുള്ള ഒരു എഴുത്ത് ആയിരുന്നു ഇതിന്റെ ഒരു മേജർ കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മോഡേണിസത്തിന്റെ മേജർ കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. Then what is introduction? So this is the introduction to modernism. The modernism started from Elizabeth 16th to 17th century till the end of Victorian. അത് ഏതൊരു കാലഘട്ടം മുതൽ എത്ര കാലഘട്ടം വരെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. വിക്ടോറിയനിൽ നിന്ന് പിന്നീട് ടു ദി ക്ലോസ് അറ്റ് ദി ടേൺ ഓഫ് 20th centuryയുടെ അവസാനത്തിലേക്കാണ് ഇത് വന്നു നിൽക്കുന്നത്. There were so many genres of writing during this period. അപ്പൊ അതേപോലെ തന്നെ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, നിയോ ക്ലാസിസിസം, വിക്ടോറിയൻ, ഈ അതുപോലെ തന്നെ അത് വിക്ടോറിയൻ പീരീഡിലുള്ള റിയലിസം, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ടുള്ള ജനറൽസ് ഓഫ് റൈറ്റിംഗ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ക്ലാസിസിസം ഒക്കെ വിക്ടോറിയൻ പീരീഡിൽ ഉണ്ടായിരുന്നായിരുന്നു. അതായത് ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മോഡേണിസത്തിന്റെ കടന്നുവരവ് ഇവിടെ വരുന്നത്. Then a literature at the end of Second World War leading to present time preferred as modernism or meta-modernism. അപ്പൊ മോഡേണിസം എവിടെയാണ്, അല്ലെങ്കിൽ മെറ്റാ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, മോഡേണിസത്തിന് ശേഷമാണ് നമുക്ക് പോസ്റ്റ് മോഡേണിസം എന്നുള്ളൊരു പുതിയ ഒരു മൂവ്മെന്റ് വരുന്നത്. അപ്പൊ എന്താ സെക്കൻഡ് വേൾഡ് വാറിന്റെ എൻഡോട് കൂടിയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ,
അതായത് ഈ ഒരു കാലഘട്ടം വരെ നിലനിൽക്കുന്ന ഒരു ലിറ്ററേച്ചറിനെയാണ് നമ്മൾ പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ മെറ്റാ മോഡേണിസം എന്ന് പറയുന്നത്. അത് മോഡേണിസത്തെ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിലും അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് എന്തിന്റെ വരവ്, പോസ്റ്റ് മോഡേണിസത്തിന്റെ വരവ്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ഇസംസ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, റിയലിസം. അപ്പോൾ ഈ ഒരു ഇസംസ് തന്നെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ മൂവ്മെന്റ്സ് ഓരോന്നും കടന്നു വരുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം വന്നുകൊണ്ടാണ് ഓരോ മൂവ്മെന്റും ഉടലെടുക്കുന്നത്. ഇനി എന്താണ് പോസ്റ്റ് മോഡേണിസത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അപ്പൊ എന്താണ് മോഡേണിസത്തിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ പോകുന്നത്. വാട്ട് ഈസ് മോഡേണിസം? സോ വാട്ട് ഈസ് ദി ടേം മോഡേൺ മീൻ? എന്താണ് ആ മോഡേൺ എന്നുള്ള വാക്ക്? ദി വേർഡ് മോഡേൺ റെഫർ ടു പ്രസന്റ്, ന്യൂ, റീസെന്റ് ടൈംസ്. പ്രസന്റ് or new or recent times. So this word is opposite to the past. പാസ്റ്റിനോട് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ന്യൂ, റീസെന്റ്, പ്രസന്റ് എന്നുള്ള ഒരു വേർഡാണ് നമുക്ക് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്, മോഡേൺ എന്നുള്ളത്. സോ ദിസ് എ ബ്രേക്ക് വിത്ത് ദി ട്രഡീഷണൽ പാസ്റ്റ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, വിക്ടോറിയൻ പീരീഡിൽ നിന്നുള്ള ഒരു ബ്രേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാല്യൂസിൽ നിന്നുള്ള ഒരു ബ്രേക്കാണ് എന്തിന്റെ തുടക്കം, മോഡേണിസത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞു. അപ്പൊ അതാണ്, സോ ദിസ് ഈസ് എ ബ്രേക്ക് വിത്ത് ദി ട്രഡീഷണൽ പാസ്റ്റ് ആൻഡ് ദർ ഇസ് എ സൈമൾട്ടേനിയസ് സെർച്ച് ഫോർ ന്യൂ ഫോംസ് ഓഫ് എക്സ്പ്രഷൻ. ഇപ്പൊ നമ്മുടെ എഴുത്തുകളിലാണെങ്കിലും ലിറ്ററേച്ചറിൽ, എല്ലാ രീതിയിലും ലിറ്ററേച്ചറിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? പുതിയൊരു എക്സ്പ്രഷൻ, ഒരു എക്സ്പെരിമെന്റേഷനും എക്സ്പ്രഷനും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും, മോഡേണിസത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ പുതിയ രീതിയിലുള്ള റൈറ്റിംഗ്സും പുതിയ രീതിയിലുള്ള വ്യൂ പോയിന്റും ആയിരുന്നു ഏതിലൂടെ വന്നിരുന്നത്? മോഡേണിസത്തിലൂടെ വന്നിരുന്നത്. So that new forms of experimentation we can see in all forms of artistic and aesthetic expression. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും, ഞാൻ പറഞ്ഞ ലിറ്ററേച്ചറിൽ മാത്രമല്ല, എല്ലാ ആർട്സ് ഫോമിലും നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ, പുതിയ എക്സ്പെരിമെന്റേഷൻ മോഡേണിസത്തിൽ കാണാനായിട്ട് പറ്റും. ദി ലിറ്ററേച്ചർ, ആർട്സ്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ആസ് വെൽ ആസ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമ. വളരെ എക്സ്പ്രസീവ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ ആർട്ട് ഫോംസ് എല്ലാം. അപ്പോൾ എന്താണോ നമ്മുടെ മനസ്സിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മൈൻഡിലൂടെ കടന്നു പോകുന്നത്. ആദ്യമൊക്കെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല. എല്ലാ രീതിയിലും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം, കാരണം കൂടുതൽ റിലീജിയസ് ആയിരുന്നു, മോറൽ എത്തിക്കൽ ആയിട്ടുള്ള കോണ്ടന്റ് ആയിരുന്നു കൂടുതലായിട്ടും ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ എന്താണ്, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പ്രൊഹിബിഷൻസ് നിലനിന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡേൺ പീരീഡിലേക്ക് കടക്കുമ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒരു വലിയൊരു അതിനൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് വളരെ എക്സ്പ്രസീവായി, വളരെ എക്സ്പെരിമെന്റേഷൻ നടത്തിക്കൊണ്ട് പുതിയ രീതിയിലുള്ള ടെക്നിക്സും അതേപോലെ തന്നെ റൈറ്റിംഗ് മെത്തേഡുകളൊക്കെ മാറ്റിക്കൊണ്ട് വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഈ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് കൊണ്ടുവന്നിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. സോ ദിസ് ഈസ് ദി എൻഡ് ഓഫ് വിക്ടോറിയൻ ഏജ് ആൻഡ് ബിഗിനിങ് ഓഫ് എ ന്യൂ സ്റ്റൈൽ in literature. Okay. So the Victorian age. So the second half of the 19th century, the rapid growth of industrialization. ഇതിന്റെ ഈ ഒരു പീരീഡ് നമുക്ക് പറയുന്നത്, ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു പെട്ടെന്നുള്ള റാപ്പിഡ് ഗ്രോത്ത് ആണ്. അതായത് വ്യവസായവൽക്കരണം വന്നപ്പോ ഒരു വലിയൊരു ചേഞ്ച്, റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഇൻഡസ്ട്രിയലൈസേഷന്റെ ഗ്രോത്ത് ഒരു മാറ്റത്തിന് തുടക്കമായി. കാരണം എല്ലായിടത്തും പിന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. സോഷ്യലി നമുക്ക് കാണാനായിട്ട് പറ്റുന്ന റിമാർക്കബിൾ അഡ്വാൻസ് സയൻസ്, സോഷ്യൽ സയൻസിലും മാത്രമല്ല, പിന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് തരങ്ങളിലായിക്കോട്ടെ, ഔട്ട്ലുക്കിലായിക്കോട്ടെ, ഓരോരുത്തരുടെ, അതുപോലെ ടെക്നോളജിയുടെ വളർച്ച, ഇതൊക്കെ എന്താണ് എല്ലാ രീതിയിലും ഒരു മാറ്റം കൊണ്ടുവന്നൊരു പീരീഡ് ആയിരുന്നു മോഡേണിസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദി ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്, ആ ഒരു ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് നമുക്ക് വി കൻ സീ ഫ്രം റൂറൽ ടു സിറ്റീസ് ബ്രോട്ട് അബൌട്ട് സോഷ്യൽ ചേഞ്ചസ്. അപ്പോൾ എല്ലാ രീതിയിലും സോഷ്യൽ ചേഞ്ചസ് നമുക്ക് റൂറൽ ഏരിയയിൽ നിന്ന് സിറ്റീസിലേക്ക് കടക്കുന്നതും അതിന്റെ
ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ടെക്നോളജീസും എല്ലാം അവിടെ മാറ്റങ്ങൾക്ക് വിധേയമായി. ഇപ്പൊ സോഷ്യൽ സയൻസ്, സൈക്കോളജി, ഫോഴ്സ് തിയറി, അതേപോലെ തന്നെ എന്താണ് മെന്റൽ ഇൽനെസ്, ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടുള്ള സൈക്കോ അനലിറ്റിക് ട്രീറ്റ്മെന്റുകൾ, ഇതൊക്കെ എന്താ ഇതിന് മാറ്റുകൂട്ടുകയാണ് ചെയ്തത്. So the new ideas in philosophy and political theories as well as new modes of expression, ഇതൊക്കെ മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് വിക്ടോറിയൻ ഏജിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വന്നത്. ഫിലോസഫിക്കൽ തോട്ട്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറീസ്, അതിന്റെ ഐഡിയാസ്, അതിലൂടെയൊക്കെയുള്ള പുതിയ രീതിയിലുള്ള എക്സ്പെരിമെന്റേഷൻ, എക്സ്പ്രഷൻസ്, ന്യൂ മോഡ്സ് ഓഫ് എക്സ്പ്രഷൻ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നു. അതേപോലെ തന്നെ എന്താണ്, ഇൻ വിക്ടോറിയൻ പീരീഡ് ദി സൊസൈറ്റി റൂട്ടഡ് ഇൻ വിക്ടോറിയൻ മൊറാലിറ്റി ആൻഡ് സൊസൈറ്റി ബേസ്ഡ് ഓൺ ഹയർക്കിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ജെൻഡർ ആൻഡ് ക്ലാസ്, ഇറ്റ്സ് ഒപ്റ്റിമിസം ആൻഡ് കൺവെൻഷൻസ്. വിക്ടോറിയൻ പീരീഡിൽ സൊസൈറ്റി ഏറ്റവും കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിരുന്നത് വിക്ടോറിയൻ മൊറാലിറ്റി യാണ്. അപ്പൊ കൂടുതലായിട്ടും നമ്മൾ മോറൽ തോട്ട്സും എത്തിക്സും റിലീജിയസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്, സൊസൈറ്റി ആ ഒരു ഹയർക്കിക്കൽ പ്രിൻസിപ്പിൾസും അവിടെ സൂക്ഷിച്ചിരുന്നു. ജെൻഡർ ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ. അപ്പൊ ക്ലാസ് വൈസും ജെൻഡർ വൈസും ഒക്കെയുള്ള ഒരു പ്രിൻസിപ്പിൾസും ഹയർക്കി ഒക്കെ ആ ഒരു വിക്ടോറിയൻ പീരീഡിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ആ ഒരു കൺവെൻഷനിലൂടെയാണ് വിക്ടോറിയൻ പീരീഡിൽ എല്ലാം കടന്നുപോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ആയിട്ടാണ് മോഡേണിസം വരുന്നത്. മോഡേണിസം അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ രീതിയിൽ ഈ ഇത്തരം മോറൽ തോട്ട്സിനെ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്റെ ഇമോഷൻസിനെയും പിന്നെ എന്ത് രീതിയിലുള്ള എക്സ്പെരിമെന്റേഷനും എക്സ്പ്രസീവ് ആയിട്ട് കൊണ്ടുവരാൻ, പുതിയ ടെക്നോളജിയിലൂടെയും എല്ലാം കൊണ്ടുവരാനായിട്ട്, പുതിയ സ്റ്റൈലിലൂടെ, ന്യൂ സ്റ്റൈലിലൂടെ കൊണ്ടുവരാനായിട്ട് എന്തിനു കഴിഞ്ഞു? മോഡേണിസത്തിന് അവിടെ കഴിഞ്ഞു. സോ ദിസ് ഈസ് എ റാഡിക്കൽ ഷിഫ്റ്റ് ഇൻ ഫോം ആൻഡ് കോണ്ടന്റ് ഇൻ 20th century ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഫോം ആയിക്കോട്ടെ, അതിന്റെ കണ്ടന്റ് ആയിക്കോട്ടെ, 20th centuryയിലെ ആർട്സിലും ലിറ്ററേച്ചറിലും അതിന്റെ ഒരു റാഡിക്കൽ ഷിഫ്റ്റ് ആയിരുന്നു മോഡേണിസം എന്ന് പറയുന്നത്. ഇനി ആ മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് നിലനിന്നിരുന്ന ഫസ്റ്റ് 3 decades ഓഫ് 20th century ആണ്. പോസ്റ്റ് മോഡേൺ പീരീഡ് സ്റ്റാർട്ടഡ് അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു എൻഡോട് കൂടിയിട്ടാണ് പോസ്റ്റ് മോഡേൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അത് 20th centuryയുടെ സെക്കൻഡ് ഹാഫ് വരെയും, അതുപോലെ ഇന്ന് ഈ ഒരു കാലഘട്ടം വരെ അത് നിലകൊള്ളുന്നു. 20th centuryയിലാണ് ഒരു ന്യൂ മൂവ്മെന്റ് ക്രിയേറ്റീവ് ആർട്സിൽ, ബോത്ത് വിഷ്വൽ ആൻഡ് പെർഫോമൻസ് ആർട്സിലൊക്കെ ഒരു പുതിയ മൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് എന്തിനു കഴിഞ്ഞു? മോഡേണിസത്തിന് കഴിഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത്. Then impact on literature. ഇതിന്റെ ഒരു ഇമ്പാക്ട്, ദി മോഡേണിസത്തിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ലിറ്ററേച്ചറിൽ, തിയേറ്ററിൽ, പെയിന്റിംഗിൽ, സ്കൾപ്ചറിൽ, മ്യൂസിക്, ഡാൻസ്, ആർക്കിടെക്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് എ ഡൈവേർജൻസ് ഫ്രം ഏർലിയർ ട്രഡീഷൻ ആൻഡ് ഇറ്റ്സ് മോഡ്സ് ആൻഡ് ബിലീഫ്സ്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബിലീഫ് സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏർലിയർ ട്രഡീഷനിൽ നിന്നുള്ള ഒരു മാറ്റം, വലിയൊരു ഡൈവേർജൻസ് ആയിരുന്നു നമുക്ക് കാണാനായിട്ട് പറ്റുക. Then the rise of modernism and post-modernism. The rise of new modern industrial societies contributed to the rapid growth of cities. ഇപ്പൊ ന്യൂ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ചേഞ്ചസ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അത് സിറ്റീസിന്റെ ഗ്രോത്തിലേക്ക്, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് സിറ്റീസ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് മാറി. അതായത് സിറ്റീസിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും സൊസൈറ്റിയെ മൊത്തം മാറ്റിമറിക്കാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്, ടെക്നോളജീസ് ഉണ്ട്. സോ ന്യൂ വേൾഡ് വാർസ്, അതേപോലെ തന്നെയാണ് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ റിസൾട്ടഡ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ലോസ് ഓഫ് ലൈഫ്. ആ ഒരു കാലഘട്ടത്തിൽ വിക്ടോറിയൻ പീരീഡിന്റെ ഒരു അവസാന ഭാഗത്തോട് കൂടിയിട്ട് ഈ വേൾഡ് വാറിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് വലിയ രീതിയിലുള്ള ഡിസ്ട്രക്ഷൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ലൈഫിനെ എല്ലാ രീതിയിലും ഡെസ്പെയർ ആക്കിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് റിലീജിയസ് ബിലീഫും മോറൽസും അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും പുതിയ ഒരു ഔട്ട്ലുക്കോട് കൂടിയിട്ട് ജീവിതത്തെ നോക്കി കാണാനായിട്ട് കഴിയുകയും എഴുത്തുകാരൊക്കെ ആ ഒരു ന്യൂ സ്റ്റൈലിലൂടെ പുതിയൊരു കാലഘട്ടം, പുതിയൊരു ടെക്നോളജിയിലൂടെ എഴുതാനും എക്സ്പ്രസീവ് ആവാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് മോഡേണിസ്റ്റ് പീരീഡിന്റെ അല്ലെങ്കിൽ മോഡേണിസ്റ്റ് റൈറ്റേഴ്സിന്റെ ഒരു പ്രത്യേകത. അവിടെയാണ് മോഡേണിസം ഉരുത്തിരിഞ്ഞു വന്നതും. മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് വാണ്ടഡ് ടു ക്രിയേറ്റ് എ മോർ റിയലിസ്റ്റിക് വേൾഡ് വ്യൂ ടു മേക്ക് ഷുവർ ദാറ്റ് ഫ്യൂച്ചർ ജനറേഷൻസ് വുഡ്ന്റ് ബി ഡ്രോൺ ഇൻടു വാർ.
ഇവിടെ മോഡേണിസ്റ്റ് റൈറ്റേഴ്സും ആർട്ടിസ്റ്റും ഒക്കെ കൂടുതൽ റിയലിസ്റ്റിക് വേൾഡ് വ്യൂ കാണിച്ചു കൊടുക്കാനായിട്ട്, സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കാനായിട്ടാണ് അവർ ശ്രമിച്ചത്. അപ്പൊ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ആയിക്കോ, അവര് എന്ത് ചെയ്യുന്നു, അവർക്ക് വളരെ റിയലിസ്റ്റിക് പിക്ചർ കിട്ടണം. റിയലിസ്റ്റിക് പിക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദിസ് വേൾഡ് എന്നുള്ളത്, ഇപ്പൊ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ മെന്റാലിറ്റി, ആളുകളുടെ മെന്റാലിറ്റി എന്താണ്, ഇമോഷൻസ് എങ്ങനെയാണ്, അവരുടെ ലൈഫ് എന്താണ് എന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള എഴുത്തുകളായിരുന്നു ആ ഒരു മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഊന്നൽ നൽകിയത്. സീവിയർ ജോൾട്ട്, സോ ദിസ് സീവിയർ ജോൾട്ട് ടു ദി ട്രഡീഷണൽ ബിലീഫ് ദാറ്റ് ഗോഡ് ഈസ് ഇൻ ഹെവൻ ഓർ ഓൾ ഈസ് റൈറ്റ് വിത്ത് ദി വേൾഡ്, ഈ ലോകം വളരെ കറക്റ്റ് ആണ്, വളരെ റൈറ്റ് ആണ് എന്നുള്ള ഒരു വിശ്വാസം, അതിൽ നിന്നുള്ള ഒരു എൻഡ് ആയിരുന്നു അത്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ആയിരുന്നു ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബിലീഫ് ഉണ്ടല്ലോ, ഗോഡ് ഈസ് ഇൻ ഹെവൻ, പക്ഷെ അങ്ങനെയല്ല, ഹ്യൂമൻ ബീയിങ്സിനും കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് അതിനുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ള ഒരു പിന്നെ ഔട്ട്ലുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് മോഡേണിസത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ സോ ദേ ബിലീവ്, ദി മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ബിലീവ് ഇൻ ഹ്യൂമൻ പ്രോഗ്രസ്, അപ്പൊ ഹ്യൂമൻ പ്രോഗ്രസ്സിലാണ് അവര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേണിസം? So the main characteristic of modernism is the anti-tradition movement. Tradition, anti-tradition movement ആണ്. Anti-tradition movement, the tradition here means the Victorian age and its moral, religious belief, etc. അപ്പൊ ഇത്തരം ആ ഒരു ആന്റി ട്രഡീഷൻ മൂവ്മെന്റ് ആണ് മോഡേണിസത്തിലൂടെ കടന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്. ആൻഡ് ഇറ്റ് റെപ്രസെന്റഡ് എ ക്ലാഷ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ, ഓൾഡ് ട്രഡീഷൻ ആൻഡ് ന്യൂ ട്രഡീഷൻ എന്നുള്ള ഒരു ക്ലാഷിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡേണിസം എന്ന് പറയുന്നത്. So it's also fit with the new economic, social, political environment. അപ്പൊ ഇതിലെ എല്ലാ രീതിയിലും എക്കണോമിക്കലി there was a റാപ്പിഡ് ചേഞ്ച് ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം, വ്യവസായവൽക്കരണത്തിന് ശേഷം ഉള്ള റാപ്പിഡ് ചേഞ്ച്, റൂറൽ ഒക്കെ പിന്നെ സിറ്റീസിലേക്കുള്ള ഒരു ഗ്രോത്ത്, അതേപോലെ തന്നെ പുതിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ, ടെക്നോളജീസ്, ഇതിന്റെയൊക്കെ വളർച്ച. അപ്പൊ ഇത്തരം ഒരു ന്യൂ എക്കണോമിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വന്നു, സോഷ്യൽ ചേഞ്ചസ് വന്നു, പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ്സ് മാറി. അപ്പൊ ദിസ് മോഡേണിസം വിത്ത് ദി ന്യൂ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. So they introduced a complete freedom in aesthetic dimensions, in melody, rhythm, harmony and tone. ഇപ്പൊ ഇതില് എക്സ്പ്രസീവ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, ലിറ്ററേച്ചറിലാണെങ്കിലും എല്ലാ ആർട്സ് ഫോമിലും വളരെ എക്സ്പ്രസീവ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു ഫ്രീഡം അവർ കൊടുത്തു എന്നുള്ളതാണ്. അതായത് സൗന്ദര്യാത്മകതയ്ക്ക് ആ ഒരു എസ്തെറ്റിക് ഡയമെൻഷൻ, അത് മെലഡി, റിതം, ഹാർമണി, ടോൺ എന്തിനും ആയിക്കോട്ടെ, അതിനെല്ലാത്തിലും, എല്ലാ ആർട്ട് ഫോംസിലും അവരൊരു ഫ്രീഡം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മോഡേണിസത്തിന്റെ കടന്നുവരവുണ്ടായിരുന്നത്. സോ ദി ന്യൂ ട്രെൻഡ്, ദി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ദി ന്യൂ ട്രെൻഡ് ഇൻ ആർക്കിടെക്ചർ, ദി യൂസ് ഓഫ് ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് ടെക്നോളജി ഓഫ് കൺസ്ട്രക്ഷൻ. ഇപ്പൊ ആർക്കിടെക്ചർ എടുക്കുകയാണെങ്കിലോ അതിനകത്തും എന്തുണ്ട്, പുതിയ രീതിയിലുള്ള ടെക്നോളജി, ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജി കൺസ്ട്രക്ഷനിലും ഒക്കെ കൊണ്ടുവരാനായിട്ട് മോഡേണിസത്തിന് സാധിച്ചു. ആൻഡ് ദി ലോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് റിലീജിയൻ വാസ് അനദർ ക്യാരക്ടറിസ്റ്റിക്. അപ്പൊ ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് റിലീജിയൻ എന്ന് പറയുമ്പോൾ ഇൻ വിക്ടോറിയൻ പീരീഡ് ദി എംഫസൈസ് ഓൺ റിലീജിയസ് ബിലീഫ്സ്. അപ്പൊ അവര് കൂടുതലായിട്ട് വിക്ടോറിയൻ പീരീഡിൽ റിലീജിയസ് ആയിരുന്നു. ആ ഒരു ബിലീഫ് പക്ഷെ ആർക്ക് ഒരു ബെറ്റർ ലൈഫ് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യം അതിനകത്തുണ്ട്. പിന്നെ അതായത് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം തകർന്നിരിക്കുന്ന ഒരു ഇതിൽ നിന്നൊരു ഇംപ്രൂവ്മെന്റ് അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് വാസ് എ ലോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് റിലീജിയൻ. And the best writers in modernism, T.S. Eliot, W.B. Yeats, Ezra Pound, Virginia Woolf, Franz Kafka, and etc. അപ്പൊ ഇത്തരം കുറെ ഒരുപാട് എഴുത്തുകാര് പിന്നെ മോഡേണിസത്തിൽ ബെസ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടൊക്കെ കടന്നു വരികയും അവരുടെ എഴുത്തിലൂടെ പുതിയ പുതിയ മാറ്റങ്ങൾ, പിന്നെ എന്താ പറയാ, വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് അവരുടെ എഴുത്തുകൾ എങ്ങനെയാണ്, എന്താണ് അവരുടെ എഴുത്തുകളുടെ സവിശേഷത എന്നും കൂടെ പറയുന്നുണ്ട്.
ഫോക്കസ് ഓൺ ഇംപ്രഷനിസം ആൻഡ് സബ്ജക്ടിവിറ്റി, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക്. അപ്പോൾ കുറെ രീതിയിൽ നമ്മൾ പറഞ്ഞു, ഫ്രോയിഡിന്റെ ഒക്കെ കടന്നു വരവോട് കൂടിയിട്ട് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് ഒക്കെ വന്ന എഴുത്തിൽ നമുക്ക്, അതായത് നമ്മളൊരു സബ്ജക്ടിവിറ്റി ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എഴുത്തില്. അതുകൊണ്ട് തന്നെ മാനസിക തലങ്ങളിലൂടെ എഴുതാനും, പിന്നെ ഫസ്റ്റ് പേഴ്സൺ ഒരു എന്താ പറയാ ഒരു നരേറ്റീവ്, ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലൂടെ ഒക്കെ എഴുതാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ആ ഒരു ഡിഫറൻസ്, നമുക്ക് ജനറൽസ് ഓഫ് റൈറ്റിംഗിൽ ഡിഫറൻസ് അവിടെ കാണാനായിട്ട് പറ്റില്ല. നോവൽ എഴുതുന്നത് വളരെ പോയറ്റിക് ആയിട്ട് എഴുതാം എന്നുള്ള ഒരു പുതിയ സ്റ്റൈലിലൂടെ എഴുതാം എന്നുള്ളത് മോഡേണിസത്തിൽ നമുക്ക് കാണിച്ചു തന്നു. വളരെ ലിറിക്കലാക്കാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് പ്രോസ് ലൈക്ക് എഴുത്തുകൾ നമുക്ക് പോയംസിൽ കൊണ്ടുവരാം എന്നുള്ളതും നമുക്ക് ഒരു പുതിയ രീതിയിലുള്ള ഒരു ടെക്നിക്കിലൂടെ മോഡേണിസം കാണിച്ചു തന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള നരേറ്റീവ് ഈ ഒരു മോഡേണിസ്റ്റ് പീരീഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പലരുടെ എഴുത്തിലൂടെ നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഡിസ്കണ്ടിന്യൂസ് നരേറ്റീവ് എന്ന് പറയുകയാണെങ്കിലും ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നതിന്റെ ഇടയിൽ ഒരു പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ക്യാരക്ടറിലേക്ക് പോവുകയും അതിന്റെ വേറൊരു തലത്തിലേക്ക്, T.S. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡിലും അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഒരു ഡിസ്കണ്ടിന്യൂസ് നരേറ്റീവ്, ഫ്രാഗ്മെന്റഡ് ഫോം ഓഫ് നരേറ്റീവ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ എഴുത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് മോഡേണിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഈ പോസ്റ്റ് മോഡേണിസം എന്താണെന്ന് കൂടെ പറയുന്നുണ്ട്. സോ മോഡേണിസത്തിന്റെ അവസാനം എന്ന് പറയുന്നത്, മോഡേണിസം ഡിക്ലൈൻഡ് ഇൻ 1930s ആൻഡ് ഇറ്റ് വാസ് ദി ബിഗിനിങ് ഓഫ് ദി പോസ്റ്റ് മോഡേണിസം ദാറ്റ് വാസ് ഇൻ 1960s. അപ്പൊ ഒരു പോസ്റ്റ് മോഡേണിസത്തിന്റെ അവസാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസം ആണ്. അതവിടെ മോഡേണിസത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അതിന്റെ നരേഷനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു പുതിയ മൂവ്മെന്റ് ആയിരുന്നു പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊന്നൊരു ചെറിയൊരു ബ്രേക്ക്, അതിനോടുള്ള റെസ്പോൺസ്, മോഡേണിസത്തോടുള്ള റെസ്പോൺസ് ആണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. So it is the postmodernism characterized by its eclectic approach. Eclectic approach എന്ന് വെച്ചാൽ ഏത് പിന്നെ കാര്യമായിക്കോട്ടെ, മെത്തഡോളജീസ് ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ഏറ്റവും ഫൈനസ്റ്റ് തീമിനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ പോസ്റ്റ് മോഡേണിസം കടന്നുപോയത്. So they combine various methodologies and approaches to suit the needs of learners. അപ്പൊ ലേണേഴ്സിന് സ്യൂട്ടബിൾ ആവുന്ന അപ്രോച്ചസും മെത്തഡോളജീസും കമ്പൈൻ ചെയ്തുകൊണ്ട് ആണ് ഇവര് ലിറ്ററേച്ചറിനെ കൊണ്ടുവന്നത്. പോസ്റ്റ് മോഡേണിസ്റ്റ് സെലിബ്രേറ്റ്സ് ദി ഫ്രാഗ്മെന്റേഷൻ, ഇറ്റ് ലിബറേറ്റ്സ് ഫ്രം ഫിക്സ്ഡ് സിസ്റ്റംസ് ഓഫ് ബിലീഫ്സ്. അപ്പൊ ഇവിടെ T.S. എലിയറ്റിന്റെ ഫേസ് ലാൻഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫ്രാഗ്മെന്റേഷനിലൂടെയാണ് ഇവർ എഴുതുന്നത്. അപ്പൊ ആ ഫ്രാഗ്മെന്റേഷനെ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ഫിക്സഡ് സിസ്റ്റം ഓഫ് ബിലീഫിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയ തരത്തിലുള്ള ഒരു എഴുത്ത് ആയിരുന്നു പോസ്റ്റ് മോഡേണിസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തത്. ആ ഒരു രീതിയിലുള്ള എഴുത്തായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. പോസ്റ്റ് മോഡേണിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് അബാൻഡൻമെന്റ് ഓഫ് കൺവെൻഷണൽ ഐഡിയാസ് ഓഫ് ഒറിജിനാലിറ്റി ആൻഡ് ഓതർഷിപ്പ്. ഇപ്പോ അവർ ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഒരു കൺവെൻഷണൽ ഐഡിയാസ്, അതായത് ഒറിജിനാലിറ്റി. ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് എഴുതുമ്പോൾ അതിന്റെ ദി മീനിങ് ഓഫ് ദി ടെക്സ്റ്റ് ബിലോങ്സ് ടു ദി ഓതർ എന്നാണ് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് എഴുതുമ്പോൾ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അത് ഓതർ എന്താണ് ഉദ്ദേശിച്ചുള്ളത്, അല്ലെ അതിന്റെ ടെക്സ്റ്റ് എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ള മീനിങ് എന്താണോ അതാണ് ആ ടെക്സ്റ്റിന്റെ മീനിങ് എന്നുള്ള ഒരു കൺവെൻഷണൽ തോട്ട്, ഒരു കൺവെൻഷണൽ ഐഡിയ ഉണ്ടായിരുന്നു. അതായത് കൺവെൻഷണൽ ഐഡിയാസ് ഓഫ് ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആ ഒരു ഐഡിയാസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതങ്ങനെയല്ല ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് കടന്നു വരുന്നത്. അതായത് മീനിങ് എന്ന് പറയുന്നത്, ഒരു ടെക്സ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് ഓതർ ഇന്റന്റ് ചെയ്യുന്നതല്ല. അവിടെ ആ മീനിങ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണുള്ളത്? ഇറ്റ് ബിലോങ്സ് ടു ദി റീഡേഴ്സ്. റീഡേഴ്സ് അത് എങ്ങനെ വായിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ റീഡേഴ്സിന്റെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, അതിനെ അനുസരിച്ചിട്ടാണ് അതിന്റെ മീനിങ് ഉരുത്തിരിയുന്നത്. സോ ദർ ഇസ് ദി പോസിബിലിറ്റി ഓഫ് മൾട്ടിപ്ലിസിറ്റി ഓഫ് മീനിങ്. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരുപാട് മീനിങ്സിന് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരൊറ്റ മീനിങ്ങിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഒരു ടെക്സ്റ്റ്. അതായത് അതിന്റെ ഒരു ആ ഒരു ഓതർഷിപ്പിനെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേണിസം കടന്നു വരുന്നത്.
അപ്പൊ ദെറിദേന്റെ ഒക്കെ ഡീകൺസ്ട്രക്ഷൻ ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് പോസ്റ്റ് മോഡേൺ റൈറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ദേ റിജക്ട് ദി ഔട്ട്റൈറ്റ് മീനിങ്. അപ്പൊ അത്തരത്തിലൊരു മീനിങ്, ഒരു ഒറിജിനൽ മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഓതർഷിപ്പ് അവകാശപ്പെടാനായിട്ട് പറ്റും, മീനിങ്ങിൽ ഒരു ഓതർഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തെ റിജക്ട് ചെയ്യാണ്. അവർ ഔട്ട്റൈറ്റ് മീനിങ്ങിനെ റിജക്ട് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേണിസം കടന്നു വരുന്നത്. മീനിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഒരു മീനിങ് ഇല്ല, ഒരു ടെക്സ്റ്റിനും ഇല്ല. മീനിങ് ആരാണ് നിർണ്ണയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണുള്ളത്, റീഡേഴ്സിന്റെ കയ്യിലാണുള്ളത് എന്നുള്ള ഒരു പിന്നെ ഒരു ഐഡിയ ആണ് പോസ്റ്റ് മോഡേണിസം മുന്നോട്ട് വെക്കുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ആൻഡ് സെലിബ്രേറ്റ്സ് ദി പോസിബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ മീനിങ്. അപ്പൊ അവിടെയാണ് അങ്ങനെ പറയുമ്പോൾ ഓരോ റീഡേഴ്സിനും കിട്ടുന്ന മീനിങ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം, അല്ലെ, അവരുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ്, ദേ ഹൈലൈറ്റ് ആൻഡ് സെലിബ്രേറ്റ് ദി പോസിബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ മീനിങ്. അവിടെ എന്തിന്റെ പോസിബിലിറ്റി ഉണ്ട്, ഒന്നിൽ കൂടുതൽ മീനിങ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് കാണാൻ പറ്റും ഒരു ടെക്സ്റ്റിനകത്ത്. ഓർ കംപ്ലീറ്റ് ലാക്ക് ഓഫ് മീനിങ് വിത്ത് ദി സിംഗിൾ ലിറ്റററി വർക്ക്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലിറ്റററി വർക്കിൽ ഒരു മീനിങ് ഇല്ലാത്ത ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് പിന്നെ മോഡേണിസത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡേണിസത്തിന്റെ ആ ഒരു മോഡേണിസത്തെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ഇതാണ്. മോഡേണിസം ബേസ്ഡ് ഓൺ റാഷണൽ ലോജിക്കൽ മീനിങ്. അപ്പൊ ഒരു റാഷണൽ മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ മീനിങ് ഉണ്ട് എന്ന് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ആ വിശ്വാസത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ദർ ഇസ് നോ അൾട്ടിമേറ്റ് മീനിങ് ഇൻ എ ടെക്സ്റ്റ് എന്നാണ് ആര് പറഞ്ഞത്, പോസ്റ്റ് മോഡേണിസം പറഞ്ഞത്. പോസ്റ്റ് മോഡേണിസ്റ്റ് ഡിനൈഡ് ദി അപ്ലിക്കേഷൻ ഓഫ് ലോജിക്കൽ തിങ്കിങ്. അവർ ആ ലോജിക്കൽ തിങ്കിങ്ങിനെ ബ്രേക്ക് ചെയ്തു, അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ അവർ ബ്രേക്ക് ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദേ ഡിനൈഡ് ദി അപ്ലിക്കേഷൻ ഓഫ് ലോജിക്കൽ തിങ്കിങ് ഇൻ ഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് ഓഫ് നോളജ് ആൻഡ് മീനിങ്. അതേപോലെ തന്നെ എന്താണ്, മീനിങ്ങും അതിനെ ഒരു നോളജും ഒക്കെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതിനെ അവർ ഡിനൈ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ്, അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് വരുന്നത്. മോഡേണിസം ട്രസ്റ്റ് ദി ടെക്സ്റ്റ്. ഇവിടെ മോഡേണിസം എന്തിനാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്, ടെക്സ്റ്റിനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റിനെ അതിന്റെ ഒരു എന്താ പറയാ അതോറിറ്റി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടെക്സ്റ്റിന് അങ്ങനെ അവകാശപ്പെടാനായിട്ടൊരു അതോറിറ്റി ഇല്ല. അതായത് ഓതർ, ഇവിടെ എന്താണ്, ഒരുപാട് റൈറ്റേഴ്സ്, റോളൻ ബാർട്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദി ഓതർ ഈസ് ഡെഡ് എന്നാണ്. ഓതർ ഈസ് ഡെഡ് എന്ന് പറഞ്ഞാൽ ഓതർ മരണപ്പെട്ടു എന്നുള്ളതല്ല, അവിടെ എന്താണ്, ദി ടെക്സ്റ്റൽ മീനിങ്, ആ മീനിങ്, ടെക്സ്റ്റിന്റെ മീനിങ് അവകാശപ്പെടുന്ന ഓതർ എന്ന് പറയുന്നത് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. കാരണം അങ്ങനെ ഒരു മീനിങ് അവകാശപ്പെടാനായിട്ട് പറ്റില്ല. അത് ആരാണ് ആ മീനിങ് പിന്നെ കൊണ്ടുവരുന്നത് റീഡേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദി ഓതർ ഈസ് ഡെഡ് എന്നുള്ള ഒരു അർത്ഥത്തിൽ അവിടെ പറഞ്ഞു വരുന്നുണ്ട്. അത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സോ മോഡേണിസം ട്രസ്റ്റ് ദി ടെക്സ്റ്റ് ബട്ട് പോസ്റ്റ് മോഡേണിസ്റ്റ് ഡിനൈസ് എനി ട്രൂത്ത്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നില്ല, പോസ്റ്റ് മോഡേണിസ്റ്റ് അതിനെയൊക്കെ ഡിനൈ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് മീനിങ് ഇല്ല എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഇനി സാമുവൽ ബക്കറ്റിന്റെ ഒരു പ്ലേ ഉണ്ട്, വെയിറ്റിംഗ് ഫോർ ഗോഡോത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ പോസ്റ്റ് മോഡേണിസത്തിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയിട്ടുള്ള അബ്സേർഡിറ്റി, മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫ്, ഇതൊക്കെ അതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ അബ്സേർഡിറ്റി ഒക്കെ. അപ്പൊ ലൈഫിന് ഒരു മീനിങ്ഫുൾ, ലൈഫ് വളരെ മീനിങ്ഫുൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മള് ലൈഫ് എന്ന് പറയുന്നത് വളരെ പിന്നെ നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്ത ഒന്നായിട്ടാണ് പോസ്റ്റ് മോഡേണിസം കാണുന്നത്. ഒരു റിയലിസ്റ്റിക് വ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ നോക്കി കാണാനായിട്ട് പറ്റും. അപ്പൊ ഒരു അബ്സേർഡ് ആണ്. അപ്പൊ വെയിറ്റിംഗ് ഫോർ ഗോഡോത്ത് എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒരാളിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നിൽക്കുന്ന, അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് അതിലൂടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഒരു അബ്സേർഡിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു പ്ലേയിലൂടെ സാമുവൽ ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. എന്താണ്, ഒരു മീനിങ് ഉണ്ട് എന്നുള്ള വിശ്വാസത്തെ അവിടെ തകർത്തെറിയുന്ന രീതിയിലാണ് ആ ഒരു വർക്ക് അവിടെ വന്നിട്ടുള്ളത്. there is an ultimate meaning in our life എന്ന് പറയുമ്പോൾ അതിനകത്ത് അങ്ങനെ ഇല്ല എന്നുള്ള ഒരു അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, പോസ്റ്റ് മോഡേണിസം കടന്നു വരുന്നത്. ഇപ്പൊ മിക്സിംഗ് ഓഫ് ജനറേഷൻ ലിറ്ററേച്ചർ, മിത്ത്, സൈക്കോളജിക്കൽ നോവൽ, ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. അപ്പൊ എല്ലാ രീതിയിലും ഇപ്പൊ നമുക്ക് ഒരു ലിറ്ററേച്ചറിനകത്ത് മിത്തോളജി എന്ന് പറഞ്ഞിട്ട് വേറൊരു പിന്നെ
ജനറൽ നമുക്ക് വേണ്ട. എന്താണ് ലിറ്ററേച്ചറിനകത്ത് എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ രീതിയിലുള്ള പുതിയ രീതിയിലുള്ള എഴുത്തുകൾ നമുക്ക് കാണാനായിട്ട് ഈ പോസ്റ്റ് മോഡേൺ പീരീഡിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ മിത്തും അതുപോലെ സൈക്കോളജിക്കൽ നോവല്, ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്, ഇതിനകത്ത് തന്നെ ഈ എല്ലാ രീതിയിലുള്ള ജേർണലിസം കൊണ്ടുവന്നിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു പോസ്റ്റ് മോഡേണിസം. ഓക്കെ, ഇനി ഇവിടെ ഒരു പിന്നെ ഒരു പോം ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. എ മാർഷ്യൻ സെൻസ് എ പോസ്റ്റ് കാർഡ് ഹോം ബൈ ക്രിഗ്രെയിൻസ് എഴുതിയിട്ടുള്ള ഒരു പോം ആണത്. എ മാർഷ്യൻ സെൻസ് എ പോസ്റ്റ് കാർഡ് ഹോം എന്നുള്ള ഒരു പോം. അതിനിവിടെ അനലൈസ് ചെയ്യുന്നത് സ്പീക്കർ ഇസ് എ മാർഷ്യൻ വിസിറ്റിംഗ് എർത്ത്, ഡിസ്ക്രൈബ്സ് ദി വേരിയസ് തിങ്സ് ഓൺ എർത്ത്, പ്ലാനറ്റ്, റെയിൻ, ക്ലോത്ത്സ്, ഡ്രീം എക്സെട്ര. ഇവിടെ ഒരു മാർഷ്യൻ പിന്നെ അതായത് എർത്തിനെ പുറത്തു നിന്നുള്ള ഒരു പ്ലാനറ്റിൽ നിന്ന് വന്ന ഒരു വ്യക്തി എർത്തിനെ നോക്കിക്കാണാണ്. ഈ ഭൂമിയെ നോക്കി കണ്ടുകൊണ്ട് ഭൂമിയിൽ കാണുന്ന കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ കാണുന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഈ പ്ലാനറ്റിനെ കുറിച്ചിട്ട് ഇവിടുത്തെ റെയിൻ, ക്ലോത്ത്സ്, ഡ്രീം, എല്ലാ മനുഷ്യന്മാര് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതാണ്. എന്താണ് ഈ എർത്തിൽ കാണിക്കുന്നത്, അതൊരു പോസ്റ്റ് മോഡേണിസ്റ്റ് ഔട്ട്ലുക്കിലൂടെയാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് നോക്കാം. ഹ്യൂമൻ ആക്ടിവിറ്റി സ്ട്രേഞ്ച് ആൻഡ് ആലിയൻ. ഇവിടെ ഹ്യൂമൻ ആക്ടിവിറ്റിയെ വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടും എന്താണ് വളരെ ആലിയൻ ആയിട്ടുമാണ് ആര് കാണുന്നത്, ഇവിടെ ഓഥർ കാണുന്നത്. അപ്പൊ ഇവിടെ ഓഥർ ഒരു ബുക്കിനെ ബേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ദി കാർ മോഡൽസ് ടു എ റൂം വിത്ത് എ ലോക്ക് ഇൻസൈഡ് അതായത് ലോക്കുള്ള ഒരു റൂമായിട്ട് അതിനെ ഒരു കാർസിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. ബേർഡ്സിനെ ആണെങ്കിലും സോറി ബുക്സിനെ ആണെങ്കിലും ബേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഈ ഒരു രീതിയിലൂടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ഏത് രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇവിടെ റിസ്റ്റ് വാച്ചസ്, ക്ലോക്ക്, റിസ്റ്റ് വാച്ചസ് അതായത് മനുഷ്യന്മാര് കാണിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചെയ്തികള് അവരെന്തൊക്കെ ഇവിടെ ഈ എർത്തിൽ കാണിക്കുന്നു അതൊക്കെ ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇപ്പൊ റിസ്റ്റ് വാച്ചസ് നമ്മൾ എപ്പോഴും പിന്നെ എന്ത് നോക്കാറുണ്ട്, വാച്ച് നോക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ക്ലോക്ക് ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ആ റിസ്റ്റ് വാച്ചസിനും ക്ലോക്കിനൊക്കെ ഇവിടെ ടൈം ഈസ് ടൈഡ് ടു ദി റിസ്റ്റ് ഓർ കെപ്റ്റ് ഇൻ എ ബോക്സ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റ് ടൈഡ് ആണ് അല്ലെ, അതിൽ ലിമിറ്റഡ് ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ പിന്നെ ലൈഫ് മുഴുവൻ ടൈഡ് ചെയ്യപ്പെട്ടു, ലിമിറ്റഡ് ആക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരർത്ഥത്തിൽ ഇവിടെ പിന്നെ അദ്ദേഹം ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് വ്യൂ ഇതിനകത്ത് കൊണ്ടുവരികയാണ്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് ടു അവർ ഫോൺ സീംസ് മോർ അബ്സേർഡ്. അതേപോലെ തന്നെ ഫോണിന്റെ ഉപയോഗങ്ങൾ നമ്മളെപ്പോഴും വളരെ ബിസിയാണ്. വി ആർ ഓൾവേസ് ബിസി ഇൻ അവർ ലൈഫ്. അപ്പൊ നമ്മൾ ഈ ഒരു ബിസിയിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോണിന്റെ ഉപയോഗം എപ്പോഴും നമ്മൾ ആ ഒരു ടൈം എന്ന് പറയുന്നത്, നമ്മുടെ വാല്യുബിൾ ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഫോണില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ ഇതിനെ അദ്ദേഹം ഒരു വളരെ അബ്സേർഡ് ആയിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ എന്താണ് അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. വൈ ഹ്യൂമൻ കൾച്ചർ പുഷസ് അഡൾട്ട്സ് ടു സഫർ ഇൻ സൈലൻസ്. ഇവിടെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അഡൾട്ട്സിനെ കരയാൻ അനുവദിക്കാറില്ല അല്ലെ. നമ്മൾ പറയാതെ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതായത് സൊസൈറ്റി അംഗീകരിക്കാന്ന് വെച്ചാൽ കുട്ടികൾ ചിൽഡ്രൻ എന്ത് ചെയ്യും, അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അവർക്ക് കരയാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ കരയും, ചിരിക്കുമ്പോൾ അവർ ചിരിക്കും. പക്ഷെ ഇവിടെ ഹ്യൂമൻ ഇമോഷൻസിന് ഒരു ഇമ്പോർട്ടൻസ് ആര് കൊടുക്കുന്നില്ല, നമ്മുടെ കൾച്ചർ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സൊസൈറ്റി കൊടുക്കുന്നില്ല. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പിന്നെ ഫ്രീഡം അല്ലെ, പറയാതെ വെച്ചുള്ള ഒരു നിയമം പോലെ അഡൾട്ട്സിന്റെ ഇമോഷൻസ് ഒക്കെ അവിടെ എന്ത് ചെയ്യാണ്, സഫർ ചെയ്യാണ് അല്ലെ. അവര് സൈലൻസിലൂടെ സഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കരയാൻ പാടില്ല അല്ലെ. അതിനൊക്കെ ഉറക്കെ കരയുന്നത് ഒരു മോശമാണ് എന്നുള്ള ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് പറയാതെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു റൂൾ പോലെ നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. വൈ ഹ്യൂമൻ കൾച്ചർ പുഷസ് അഡൾട്ട്സ് ടു സഫർ ഇൻ സൈലൻസ്. ദി വേൾഡ് വ്യൂ ത്രൂ കാർസ് മിറേഴ്സ് ഈസ് എ ഫിലിം. ഇപ്പൊ നമ്മളിപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്, എപ്പോഴും ബിസിയാണെന്ന് പറഞ്ഞു. കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ മിററിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം അതൊരു ഫിലിം കാണുന്ന പോലെയാണ് ലോകത്തെ നോക്കി കാണുന്നത്. അപ്പൊ നമുക്കൊരു ലോകം ഒരു ഫിലിമിലൂടെ കാണുന്ന പോലെ വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് അതിനകത്ത് ആ മിററിലൂടെ പ്രതിഫലിച്ച് കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പൊ ഇതിനകത്ത് നമുക്ക് പിന്നെ അദ്ദേഹം വില്യം കാസ്റ്റൺ എന്നുള്ളൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിന്റിംഗ് പ്രസ് 1476 ഇംഗ്ലണ്ടിൽ പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വില്യം കാസ്റ്റനെയാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹം ബുക്സിനെ കുറിച്ചിട്ട് ടോക്ക് ചെയ്യുന്ന കാസ്റ്റനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു പോയത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്താന്ന് വെച്ചാൽ, ദി പോയം ഹൈലൈറ്റ്സ് ദാറ്റ് വാട്ട് വി പെർസീവ് ആസ് റിയാലിറ്റി ഈസ് നത്തിങ് ബട്ട് ആൻ ഇല്യൂഷൻ. നമ്മൾ കാണുന്നത്, നമ്മൾ ഈ ലോകത്തെ നോക്കി കാണുന്നത് റിയാലിറ്റി ആയിട്ട് ആണ് കാണുന്നത്, അല്ലെ? നമ്മൾ ഈ ലോകം മുഴുവൻ എന്താണ്, ഇറ്റ് ഈസ് റിയൽ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ റിയാലിറ്റി ആണ് എന്ന് പെർസീവ് ചെയ്യുന്ന പല കാര്യങ്ങളും എന്താണ്, അതൊരു ഇല്യൂഷൻ മാത്രമാണ്, അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ഇവിടെ ഈ ഒരു പോം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു തീമാണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ പ്ലാറ്റോ പറയുന്ന പോലെ, പ്ലാറ്റോ ഒരു തത്വചിന്തകനാണ്, അദ്ദേഹം പറയുന്നുണ്ട് ദി വേൾഡ് ഓഫ് അപ്പിയറൻസ് ഈസ് ആൻ ഇംപെർഫെക്റ്റ് കോപ്പി ഓഫ് ദി റിയൽ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പിന്നെ വേൾഡ് എന്ന് പറയുന്നത് എന്താണോ യാഥാർത്ഥ്യം അതിന്റെ ഒരു കോപ്പി മാത്രമാണ്. നമുക്കെല്ലാം തോന്നലുകളാണ്, ഇതെല്ലാം ഒരു ഇല്യൂഷൻ ആണ്, അല്ലെങ്കിൽ എല്ലാം ഐഡിയാസ് ആണ് എന്ന് പറയുന്നുണ്ട് പ്ലാറ്റോ. അപ്പൊ അതേപോലെയാണ് ഇദ്ദേഹം അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നത്, നമ്മൾ കാണുന്നതൊന്നും റിയാലിറ്റി അല്ല, ഒരു എല്ലാം ഇല്യൂഷൻ ആണ് എന്നുള്ളത് അദ്ദേഹം പറയുകയാണ് ഈ പോയത്തിലൂടെ. അതേപോലെ ഓൾ വി സീ ആർ ഫ്രെയിംഡ് ബൈ കൾച്ചറൽ ആൻഡ് സോഷ്യൽ മില്യൂ ഇൻ വിച്ച് വി ആർ ബ്രോട്ട് അപ്പ്. അപ്പൊ നമ്മൾ എല്ലാം നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും കൾച്ചറൽ ആയിട്ട് കൺസ്ട്രക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ വളർന്നു വന്ന സാഹചര്യത്തില് നമ്മൾ വളർന്നു വന്ന സാഹചര്യം എങ്ങനെയാണോ അത് ഫ്രെയിം ചെയ്ത് വെച്ചതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമുക്ക് മീനിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും എന്താണ്, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദി വേർഡ് ടേബിൾ, നമ്മൾ ഒരു മീനിങ്ങിലേക്കാണ് ജനിച്ചു വീഴുന്നത് തന്നെ, അല്ലെ? അതായത് നമ്മൾ ജനിച്ചു വീഴുമ്പോ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് എന്താണ്, ദിസ് ഈസ് ഫാദർ, ദിസ് ഈസ് മദർ, ദിസ് ഈസ് ബ്രദർ, എന്താണ്, ദിസ് ഈസ് ടേബിൾ, അങ്ങനെ ഓരോന്നിനും എല്ലാം നമ്മൾ കൾച്ചറലി എല്ലാം കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് മീനിങ്ങിന്റെ ഉള്ളിലേക്കാണ് കടന്നു വരുന്നത്. അപ്പൊ അത് ലാംഗ്വേജിലൂടെ കൺസ്ട്രക്റ്റഡ് ആണ്. മീനിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ലാംഗ്വേജിലൂടെ കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പൊ ആ ലാംഗ്വേജ് ആണ് നമുക്ക് പിന്നെ മീനിങ് തരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ടേബിളിനെ ടേബിൾ എന്ന് വിളിക്കുന്നതും ചെയറിനെ ചെയർ എന്ന് വിളിക്കുന്നതും ഏതിലൂടെയാണ്? അത് നമ്മൾ ലാംഗ്വേജിലൂടെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന, അല്ലെ, പേരിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ ലാംഗ്വേജിലൂടെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കുറെ മീനിങ്സ് അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പൊ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിനെ ബേസ് ചെയ്ത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കുറെ മീനിങ്ങിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ വളർന്നു വരുന്നത്, അല്ലെങ്കിൽ ജനിച്ചു വീഴുന്നത് തന്നെ. അപ്പൊ എല്ലാം എന്താണ്, ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ്, അതല്ലാതെ ഒരു റിയൽ ആയിട്ടുള്ള അൾട്ടിമേറ്റ് റിയൽ എന്ന് പറയുന്ന ഒന്നും ഇല്ല. എല്ലാം നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്, എല്ലാം നമ്മുടെ വ്യാഖ്യാനങ്ങളാണ് എന്നാണ് പറയുന്നത്. ആ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിരിക്കാം. അവർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി യൂണിവേഴ്സ് വാരീസ് അക്കോർഡിംഗ്ലി, അത് വ്യത്യസ്തമായിട്ട് വരാം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് ചില കാര്യങ്ങൾ പറയുമല്ലോ, ഇപ്പൊ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കാണുകയാണ്. അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മള് ഒരു എന്തിന്റെ ഒരു പരസ്യം, ഇപ്പൊ ഒരു ക്രീമിന്റെ പരസ്യം കാണിക്കുകയാണെങ്കിൽ ആ ക്രീം നമ്മൾ തേക്കുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആവും എന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് എത്രത്തോളം റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പലപ്പോഴും എന്താണ്, അതൊക്കെ ഒരു കുറെ ഫേക്ക് ആണ്. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറഞ്ഞു തരികയാണ്. ഇപ്പൊ നമുക്ക് ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഈ ഒരു രീതി ട്രൂത്ത് ആയിക്കോട്ടെ റിയാലിറ്റി ആയിക്കോട്ടെ എല്ലാം കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതല്ലാതെ ഒരു റിയാലിറ്റി ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിന്നെ എന്താണ്, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള മീനിങ് ആണ്. ആ മീനിങ്ങിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ മീനിങ് എപ്പോ വേണമെങ്കിലും മാറ്റപ്പെടാം. അതൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്, നമ്മളുടെ വ്യാഖ്യാനങ്ങളാണ് എല്ലാം എന്ന് പറയുന്നത്. അപ്പൊ ദെറിദ്ദ പറയുന്നത് പോലെ ഒരു വേർഡ് മീനിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പൊ ആ ഒരു മീനിങ് എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ആ ഒരു വേർഡിന്റെ മീനിങ് നമ്മൾ മറ്റുള്ളവർക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വേറൊരു വേർഡിലേക്കാണ് പോവുക. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേറൊരു വേർഡിലേക്ക് പോകും. ആ വേർഡ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേറൊരു വേർഡിലേക്ക് പോകും. അങ്ങനെ മീനിങ് എന്ന് പറയുന്നത് കുറെ സിഗ്നിഫയേഴ്സ് ആണെന്ന് പറയുന്നുണ്ട് ഇവിടെ. അത് ഡീകൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം എന്താണ്, മീനിങ് ഈസ് ഡെഫേർഡ്, അവിടെ മാറ്റിവെക്കപ്പെടുന്ന മീനിങ് ആണ്, അല്ലെങ്കിൽ എല്ലാം ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നുള്ള രീതിയിൽ പിന്നെ നമ്മുടെ ഒരുപാട് തിങ്കേഴ്സ് പറയുന്നുണ്ട്. ഇത്തരം എല്ലാം എന്താണ്, ഓൾ ആർ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക്
പറയാനായിട്ട് പറ്റും. എല്ലാം സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയുള്ള മീനിങ് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പോം ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നതൊന്നും റിയാലിറ്റി അല്ല, ബട്ട് ദി പോം ഹൈലൈറ്റ്സ് വാട്ട് വി പെർസീവ് ആസ് റിയാലിറ്റി ഈസ് നത്തിങ് ബട്ട് ആൻ ഇല്യൂഷൻ എന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ റിയൽ വിച്ച് വി കൺസിഡർ ഇസ് ടൈഡ് ടു ലാംഗ്വേജ്. അപ്പൊ റിയൽ എന്താണ്, വാട്ട് ഈസ് റിയൽ എന്ന് പറയുമ്പോൾ ആ റിയാലിറ്റിയെ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്, അല്ലെ. നമുക്ക് ഒരു കാര്യം നമുക്ക് ഒരാളടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ത്രൂ ലാംഗ്വേജ്. ആ ലാംഗ്വേജ്, ഭാഷ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആ ഭാഷയിലൂടെ ആണ് നമ്മൾ ഓരോന്നിനെയും മീനിങ് ഫുൾ ആക്കുന്നത്. എന്ത് കാര്യത്തെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതും നമ്മൾ ഇതിലൂടെയാണ്. അതിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. അപ്പൊ ആ ഒരു റിയൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ടൈഡ് ടു ലാംഗ്വേജ്. ലാംഗ്വേജിലൂടെ, അത് ലാംഗ്വേജ് ആണ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലാംഗ്വേജിലൂടെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള മീനിങ് ആണ് എല്ലായിടത്തും ഉള്ളത്. ഓക്കെ, അതാണ് സ്ട്രക്ചറലിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ഫ്രഞ്ച് സ്ട്രക്ചറലിസ്റ്റ് ആയാലും മിഷേൽ ഫൂക്കോ, ജാക്കസ് ദെറിഡ, ഇവരൊക്കെ ഇത്തരം ഒരു റീസണിങ്ങിനെയും പിന്നെ ലോജിക്കിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ആണ് ഇവരെല്ലാവരും. ദി അറ്റാക്ക്ഡ് ദി എൻലൈറ്റൻമെന്റ് ആൻഡ് അറ്റാക്ക്ഡ് ദി ഐഡിയൽസ് ഓഫ് റീസൺ, ക്ലാരിറ്റി ആൻഡ് പ്രോഗ്രസ്. അതേപോലെ തന്നെ സൈൻ എന്ന് പറയുന്നത്, സൈൻ ഈസ് നോട്ട് ഇൻഡെക്സ് ഓഫ് ഇന്നർ റിയാലിറ്റി ബട്ട് ഓഫ് അതർ സൈൻസ്. ഇവിടെ നമ്മൾ പറഞ്ഞു എല്ലാം ഒരു സൈൻ ആണ്. സൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലിംഗ്വിസ്റ്റിക് സൈൻ, സെസ്യൂറിന്റെ ലിംഗ്വിസ്റ്റിക് സൈൻ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സൈൻ എന്നുള്ളത്. അപ്പോൾ അതൊരു സൈൻ ബിയേഴ്സ് നോ റിലേഷൻ ടു റിയാലിറ്റി. അതൊരു റിയാലിറ്റി സൈൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് ആണ്, റിയാലിറ്റിയോട് റിലേറ്റഡ് ആണ് ഒരു സൈൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ആൻഡ് ഡിസ്റ്റോർട്ട് ദി റിയാലിറ്റി. പക്ഷെ റിയാലിറ്റിയെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒന്നാണ് സൈൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ സൈൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് എന്തിനും നമുക്ക് ഒരു സൈനായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഒരു വേർഡും അതിന്റെ ഒരു ഇമേജ്, ഇപ്പൊ നമ്മൾ ഫെർണാണ്ടിസ് സൊസ്യൂർ പറയുന്നുണ്ട് സൈൻ എന്താ എന്നുള്ളത് അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വേർഡും അത് സൂചിപ്പിക്കുന്ന ഇമേജും, അല്ലെ. അപ്പൊ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്നാണ് പറയാ. അപ്പൊ അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് പിന്നെ ഇതാണ് ഒരു ഒബ്ജക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ഒരു നിയർ ഒബ്ജക്റ്റിനെ നമ്മൾ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മളിപ്പോ ഒരു ടേബിൾ എന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടേബിൾ എന്നുള്ള ആ ഒരു വേർഡും അതേപോലെ തന്നെ അതിന്റെ ഒരു സൗണ്ട് ഇമേജ് കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു മീനിങ് നമ്മുടെ ഉള്ളിൽ വരുന്നത്, അല്ലെ. എന്താണ് ടേബിൾ എന്നുള്ള മീനിങ് നമുക്ക് കിട്ടുന്നത്, അതാണ് ഒരു സൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ ആ ഒരു സൈന് ഇവിടെ പിന്നെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. സൈൻ അത് റിയൽ അല്ല എന്നുള്ളത് ബ്രേക്ക് ചെയ്യപ്പെടാൻ പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഇതൊക്കെ പറയുന്നത് എന്താണ്, പിന്നെ നമ്മളൊരു വേർഡിന്റെ ഒരു മീനിങ് നമുക്കൊരു വേർഡിന്റെ ഒരു മീനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു വേർഡിലേക്കാണ് പോകുന്നത്. ആ വേർഡിൽ നിന്ന് വേറൊരു വേർഡിലേക്ക് പോകുന്നത്. അപ്പൊ എല്ലാം സിഗ്നിഫിക്കേഷൻ മാത്രമാണ് നടക്കുന്നത്, ഒരു മീനിങ് അവിടെ നമുക്ക് കിട്ടുന്നില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അതാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് പിന്നെ ഈ ഒരു മോഡേണിസത്തെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് വരുന്ന തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം രീതിയിലാണ്. അപ്പോൾ ഒരു സൈൻ, ഇപ്പൊ നമ്മൾ നേരത്തെ അഡ്വർടൈസ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ സൈനിനെ ഈ ഒരു ലാംഗ്വേജിലൂടെ ടൈഡ് ആകാതെ തന്നെ നമ്മൾ മറ്റുള്ള സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങൾ പറയുകയാണെങ്കിലും അതെ, നമുക്ക് എന്താണ് എല്ലാം, അല്ലെ, മനുഷ്യന്മാരുടെ ലൈഫ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ് എന്നുള്ള ഒരു അർത്ഥത്തിലും നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും. കാരണം നമ്മൾ ദർ ഇസ് എ മീനിങ് ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, അത് ആ ഒരു മൊമെന്റിലുള്ള ഒരു ലൈഫ് മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ്. ഓരോ മൊമെന്റിലുള്ള ലൈഫേ നമുക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇത് പോസ്റ്റ് മോഡേണിസ്റ്റ് എല്ലാ രീതിയിലും ഇതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, മോഡേണിസത്തെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പിന്നെ മോഡേണിസം എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു മൊഡ്യൂള് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ് മോഡേണിസം, എന്താണ് പോസ്റ്റ് മോഡേണിസം, ഇത് എങ്ങനെയാണ് ട്രഡീഷനിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്, ഇപ്പോ വിക്ടോറിയൻ പീരീഡിൽ നിന്ന് എങ്ങനെയാണ് മോഡേണിസം ബ്രേക്ക് ചെയ്തിട്ട് വരുന്നത് എന്നുള്ളത് പഠിച്ചു. അതേപോലെ തന്നെ മോഡേണിസത്തെ എങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് പോസ്റ്റ് മോഡേണിസം വന്നത് എന്നുള്ളതും ഇതിലൂടെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ മോഡേണിസം എന്ന് പറയുമ്പോൾ വിക്ടോറിയൻ പീരീഡിൽ നിന്നുള്ള ആ ഒരു റിലീജിയസ് ഫെയ്ത്തിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ആണ്, അല്ലെങ്കിൽ വളരെ എക്സ്പ്രസീവ് ആയിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ, അതിൽ നിന്നുള്ള ഒരു ബ്രേക്കാണ് മോഡേണിസത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. മോഡേണിസം വളരെ എല്ലാ രീതിയിലും ഒരു ഇന്നോവേഷനും എക്സ്പെരിമെന്റേഷനും
എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ പിന്നെ ഒരു തുടക്കത്തോട് കൂടിയിട്ടാണ് അതിന്റെ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ പിന്നെ വളരെ ഇന്നോവേറ്റീവായ എക്സ്പെരിമെന്റേഷനോട് കൂടിയിട്ട് എക്സ്പ്രസീവ് ആയിട്ടാണ് മോഡേണിസം കടന്നുപോയത് എങ്കിൽ മോഡേണിസത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേണിസത്തിന്റെ വരവ്. അപ്പൊ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് ദർ ഇസ് നോ അൾട്ടിമേറ്റ് മീനിങ് അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ വരവ്. അത്തരം ഒരു മീനിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ, മോഡേണിസം പറയുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ആര് വരുന്നത്? പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് അത് റീഡേഴ്സിന്റെ കയ്യിലാണ്, അല്ലാതെ ഓതർ എന്തല്ല ഓതറിനൊരു അതോറിയൽ മീനിങ് നമുക്കൊരു ടെക്സ്റ്റിന് അകത്തുണ്ട് എന്നുള്ളത് അവര് ഡിനൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവര് റിയാലിറ്റി എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റഡ് ആണ്, വളരെ ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് മോഡേണിസം വരുന്നത്. ഓക്കെ, so this is the end of the class. I think you understood the concepts. Thank you all.